യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിന് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. നമ്മൾ സമൂഹത്തിനോട് കടപ്പെട്ടവരാണ്. നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളുമാണ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ കൈ കേട്ട് നിന്നുകൊണ്ട് അത് എന്നെ ബാധിക്കുന്നില്ല, അത് ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇന്നത്തെ വായനയിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അപരൻ്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം. വചനത്തിലൂടെ നമുക്ക് ദൈവം തരുന്ന ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കണക്കാക്കേണ്ടത്. ഇന്ന് ദൈവം ആദ്യമായി നമ്മൾ പറയുകയാണ്, ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. നീ അവനെ തിരുത്താതെ, നീ ചെയ്യേണ്ട കടമ നിറവേറ്റാതെ നീ അവനെ വെറുതെ വിടുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നീ ആയിരിക്കും കാരണം. ഞാൻ നിന്നോട് ചോദിക്കും. പിന്നെ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഇതേ തന്നെ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ അവസാനമായിട്ട് ഈ ലേഖനത്തിൽ ചെറിയ 2-3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പറയുകയാണ്, സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുന്നത് നമ്മൾ എപ്രകാരമാണ് ഇത് പ്രാവർത്തികമാകേണ്ടതിനെ പറ്റിയാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതിനെ പറ്റി വ്യക്തമായിട്ട് നമ്മളോട് യേശു എന്ന് പറയുകയാണ്. അവസാനം യേശു നമ്മളോട് പറയുകയാണ്, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. കാരണം എന്താണ്? എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഈ ജപലിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളുടെ മധ്യേ യേശുവുണ്ട്. നമ്മളോട് നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചേർന്ന് ആത്മാർത്ഥതയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാനത് നിങ്ങൾക്ക് നിറവേറ്റി തരുമെന്ന്. നമുക്ക് ഈ ദൈവബലിയിൽ സ്നേഹത്തോടെ, ഭക്തിയോടെ, എളിമയോടെ പ്രാർത്ഥിക്കാം. കൂടാതെ നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരെല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്തപിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകെ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസ്തരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയ മക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഇന്ന് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശീലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കരഞ്ഞത സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, പരസ്പരം സ്നേഹിക്കുകയെന്നതൊഴികെ നിങ്ങൾക്കാരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹം ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, hallelujah, hallelujah.
ദൈവം രമ്യതയുടെ സന്ദേശം നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്റെ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിപ്പോൾ ഒരു ഇടയലേഖനമുണ്ട്. വല്ലാർപാടം ആത്മീയ തീർത്ഥാടനം. യേശുവിൽ പ്രിയ സഹോദര വൈദികരെ, സന്യാസ സഹോദരന്മാരെ, സഹോദരിമാരെ, വത്സല മക്കളെ, 2020 സെപ്റ്റംബർ 13 ഞായറാഴ്ച വല്ലാർപാടം തീർത്ഥാടന ദിനമാണ്. COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷം പതിവുള്ള തീർത്ഥാടനം നടത്താൻ സാധിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജപമാലയും കയ്യിലേന്തി പ്രാർത്ഥനാ ചൈതന്യത്തോടെ എറണാകുളത്ത് നിന്നും പൈപ്പിലിൽ നിന്നും കാൽനടയായി പരിശുദ്ധ വല്ലാർപാടത്ത് അമ്മയുടെ സന്നിധിയിലേക്ക് നാം നടത്തുന്ന തീർത്ഥാടനം ആത്മീയ കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ്, ഒരു വിശ്വാസ സാക്ഷ്യമാണ്. എന്നാൽ ഈ വർഷം തീർത്ഥാടനത്തിനായി നാം ഒത്തുചേരുന്നില്ല. പ്രത്യുത അന്നേ ദിനം ആത്മനവർ തീർത്ഥാടനം നടത്താൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വല്ലാർപാടം ബസിലിക്കയിൽ ആഘോഷമായ ജപമാല അർപ്പണം ആരംഭിക്കും. അതേസമയം എല്ലാ ഭവനങ്ങളിലും പ്രത്യേക ജപമാല പ്രാർത്ഥന ചൊല്ലണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വല്ലാർപാടത്തമ്മയുടെ സ്തുതിക്കായി എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദിവ്യബലി അർപ്പിക്കും. ദിവ്യബലിക്ക് ശേഷം നമ്മെ എല്ലാവരെയും പരിശുദ്ധ വല്ലാർപാടത്ത് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അടിമ സമർപ്പണം നടക്കും. ഈ സമയം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെയായിരുന്ന് ആത്മനാ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ തീർത്ഥാടന തിരുക്കർമ്മങ്ങളും സെപ്റ്റംബർ 16 മുതൽ 24 വരെ നടത്തപ്പെടുന്ന വിശുദ്ധ വല്ലാർപാടത്ത് അമ്മയുടെ തിരുനാൾ തിരുക്കർമ്മങ്ങളും വിവിധ മാധ്യമങ്ങളിൽ തത്സമയം ലഭ്യമായിരിക്കും. സെപ്റ്റംബർ 13 വൈകിട്ട് 4 മുതൽ 6 വരെയും സെപ്റ്റംബർ 16 23 വൈകിട്ട് 5:30 മുതൽ 7 വരെയും
24 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുമുള്ള തിരുക്കർമ്മങ്ങൾ ഏഷ്യാനെറ്റ് ഉത്സവ് ചാനലിലും നമ്പർ 99 കെൻ TV ചാനലിലും ഗുഡ്നസ് TV യൂട്യൂബിലും കൂടാതെ എല്ലാ ദിവസത്തെയും തിരുനാൾ തിരുക്കർമ്മങ്ങൾ വല്ലാർപാടം ബസിലിക്ക യൂട്യൂബിലും തത്സമയം ലഭ്യമായിരിക്കും. വല്ലാർപാടം ബസിലിക്കയുടെയും അതിരൂപത പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെയും പരിസര ജപമാല സഹോദര സഖ്യത്തിൻ്റെയും നേതൃത്വത്തിൽ നമുക്കൊരു പ്രാർത്ഥനകൾ നടത്തി സെപ്റ്റംബർ 24 തിരുനാൾ ദിനത്തിൽ നമ്മെ പരിശുദ്ധ മറിയത്തിന് വിമല ഹൃദയത്തിൽ പ്രത്യേകം നമുക്ക് പ്രതിഷ്ഠിക്കാം. കായലിൽ താണുപോയ അമ്മയെയും കുഞ്ഞിനെയും അത്ഭുതകരമായി രക്ഷിച്ച പരിശുദ്ധ വല്ലാർപാടത്തമ്മ COVID-19 മഹാമാരിയിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജപമാല മാസത്തെപ്പറ്റി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ജപമാല നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കുടുംബങ്ങളുടെ ഐക്യത്തിന് ഒത്തിരി സഹായകമാണ്. സന്ധ്യസമയത്തെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എത്രയോ അനുഗ്രഹദായകമായ അനുഭവമാണ്. പരസ്പരം പ്രാർത്ഥിക്കുവാനും അന്യോന്യം ശക്തിപ്പെടുത്തി വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനും ഐക്യത്തിൽ വളരുവാനും കുടുംബാംഗങ്ങൾ ജപമാല നമ്മെ സഹായിക്കും. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ജപമാല അർപ്പണം നടത്താറുണ്ട്. ഈ വർഷവും തികഞ്ഞ ഭക്തിയോടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് ജപമാല ചൊല്ലി നമുക്ക് ജപമാല മാസം ആചരിക്കാം. COVID-19 പശ്ചാത്തലത്തിൽ ഇടവകകളിൽ പതിവുള്ള ആഘോഷമായ ജപമാല അർപ്പണം നടത്താൻ കഴിയാതെ വന്നാൽ എല്ലാവരും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ സമയം തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് സഹായകമായ സാധ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ അതിമെത്രാസന മന്ദിരത്തിൽ നിന്നും ഓഗസ്റ്റ് 24-ാം തീയതി ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത. നമുക്കിപ്പോൾ നമ്മളുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ രീതികളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ജഗജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഒപ്പം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് വരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കാലയളവിലെ നന്മകളാൽ നമ്മെ ദൈവം പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ഈ സമൂഹത്തിലെ ഫാദർ NK ജോർജിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഫാദർ സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ മൗനമായി നമ്മുടെ നിയോഗങ്ങളും ഈ സമയത്ത് ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. സഹോദരരെ, നാം അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിൻ്റെയും ഉടയവനായ ദൈവമേ,
ഈ കാഴ്ച അർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വാസ്യതയോടെ മനസ്സുകളിൽ ഒന്നായിത്തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപം വഴിയെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ തുടർന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോലെ നിന്നുള്ളം പാരിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതന്ത്രവും ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രവും നീ ക്ഷമിക്കണം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളും നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വചനത്തിൻ്റെയും സ്വർഗീയ കൂദാശയുടെയും വചനത്താൽ അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.